ബിഗ് ബോസിന്റെ പുതിയ പ്രോമോ കൊണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. നിവിന്റെ വർക്കൗട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. നിവിനോട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്താണ് അല്പസമയം മുമ്പ് ക്യാമറയുടെ അടുത്ത് വന്ന് പറഞ്ഞെന്നുള്ളത്. അപ്പൊ നിവിനോട് പറയുന്നുണ്ട് ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഈ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് ബിഗ് ബോസ് വീണ്ടും നിവിനോട് ചോദിക്കുന്നുണ്ട്. അതേ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന രീതിക്ക് നിവിൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതും കുടുംബാംഗങ്ങൾ എല്ലാവരും നിവിന്റെ പുറകെ പോകുന്നുണ്ട്. അയ്യോ നിവിനെ പോകലെന്നൊക്കെ പറഞ്ഞ് നിവിനെ പിടിച്ചു നിർത്താനായിട്ട് കുറെ പേര് ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ ആദിലെ നൂറെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രോമോയിൽ കണ്ടത്. പ്രോമോ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചൊരു കാര്യമാണ് നിവിനായിട്ട് അവിടെ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, നിവിൻ എന്തോ ഒരു പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ നിവിൻ എന്തോ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. സംഭവം അതൊന്നുമല്ല. രാവിലെ തന്നെ കുഴിമന്തിന്റെ പേരിലും ബർഗറിന്റെ പേരിലും ചെറുതായിട്ടൊരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആദിലേക്കും നൂറയ്ക്കും അതുപോലെ തന്നെ അനുമോൾക്കും കുഴിമന്തി കാര്യങ്ങളൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അനുമോളോട് പറയുന്നുണ്ട് ഞങ്ങൾക്കത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ കുഴിമന്തിയും ബർഗറൊന്നും കാണാതിരിക്കില്ല എന്നുള്ള രീതിക്ക് അനുമോളോട് പറയുന്നുണ്ട്. അപ്പൊ ജിസയിലോട് പറയുന്നുണ്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി, ഞാൻ നിനക്ക് തരാം, ഞാൻ നിന്നെ പോലെ ഒന്നും കൊടുക്കാത്തൊരു സ്വഭാവക്കാരി അല്ല എന്നുള്ള രീതിക്ക് ജിസയിലോട് പറയുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട് നീ ബിഗ് ബോസ് പറഞ്ഞാലേ മേക്കപ്പ് ഐറ്റംസ് ഇടരുത് എന്നുള്ളത്. അപ്പൊ നീ ഇപ്പൊ ഇട്ടിരിക്കുന്നത് റെന്നിന്റെ ലിപ്സ്റ്റിക് അല്ലേ. അനുമോളോട് ചോദ്യം ചെയ്യാൻ മാത്രമല്ല ബിഗ് ബോസ് എത്ര വട്ടം നിന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യരുതെന്ന്, പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അനുമോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ടിഷ്യൂ എടുത്തിട്ട് ജിസേലിന്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. ആ സമയത്ത് ജിസേല് അനുമോളിനെ നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു തള്ളല് അനുമോള് ദേ കിടക്കുന്ന ബാക്കിൽ ഷാനവാസ് ഉള്ളതുകൊണ്ട് അതിന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്റെ മേലെ തൊടാൻ നീ ആരാടി, എന്തിനാടി എന്റെ മേലെ തൊടുന്നതെന്ന് പറഞ്ഞിട്ട് ജിസേൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ബാക്കിയുള്ള മത്സരാർത്ഥികളും പറയുന്നുണ്ട് അനുമോൾ ചെയ്തത് ശരിയല്ല, അത് ഫിസിക്കൽ അസോൾട്ട് ആണ്, അല്ലെങ്കിൽ ഒരാളുടെ മേലെ തൊടുന്നത് ബിഗ് ബോസിന്റെ റൂൾ പ്രകാരം അത് തെറ്റാണെന്നുള്ള രീതിക്ക് അനുമോളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ജിസേലെ എന്നെ പിടിച്ച് തള്ളിയല്ലോ, അപ്പൊ ഇതും ഫിസിക്കൽ അസോൾട്ട് അല്ലേ എന്നുള്ള രീതിക്ക് അനുമോളും പറയുന്നുണ്ട്. ഈ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നിവിന്റെ എൻട്രി എന്ന് പറയുന്നത്. നിവിൻ വന്ന് പറയുകയാണ് അനുമോളെ പുറത്താക്കണം, അനുമോൾ ചെയ്ത് ഫിസിക്കൽ അസോൾട്ട് ആണ്, അനുമോൾ ഇവിടെ തുടരാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകില്ല, ഞാൻ ക്വിറ്റ് ചെയ്ത് പോകും, അനുമോളെ പുറത്താക്കണം അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകും, അനുമോൾ അല്ലെങ്കിൽ ഞാൻ എന്ന രീതിക്കാണ് നിവിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ അത് ജിസയിലും അനുമോളും തമ്മിലുള്ള പ്രശ്നമാണ്. ഒരു കാര്യമില്ലാതെ ഇങ്ങോട്ട് കയറി വന്നത് നിവിൻ തന്നെയാണ്. ചുമ്മാ ഒരു കാര്യമില്ലാതെ കുറച്ച് സ്ക്രീൻ സ്പേസിനും അല്ലെങ്കിൽ കുറച്ച് ഷോ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നു. അതാണ് നമ്മൾ പ്രോമോയിൽ കണ്ടത്.